അട്ടപ്പാടിയിൽ മോഷണക്കുറ്റം ആരോപിച്ച് ആദിവാസി യുവാവിന് ക്രൂരമർദ്ദനം. തലയോട്ടി തകർന്ന പാലൂർ സ്വദേശി മണികണ്ഠൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മർദ്ദിച്ച പാലൂർ സ്വദേശി രാമരാജിനെതിരെ കേസെടുത്തെങ്കിലും തുടർ നടപടിയില്ലെന്നാണ് പരാതി. അപ്പോൾ തല്ലി വടി കൊണ്ട് തല്ലി. അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഓപ്പറേഷൻ ചെയ്താൽ എൻ്റെ ചിക്ക എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ പോലീസുകാരുടെ നടപടിക്ക് എടുത്തു. അപ്പോൾ അവരൊന്ന് അട്ടപ്പാടി പോലീസുകാരൻ്റെ അടുത്ത് പറഞ്ഞു. പറഞ്ഞപ്പോൾ അവരൊന്നും ചോദിച്ചിട്ട് അവരുടെ ഭാഗത്തിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന മൊഴി സാറുമാരുകൾ എടുക്കുന്നില്ല. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് സമീർ ബിൻ കരീം ചേരുകയാണ്. സമീർ, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, ആദിവാസി യുവാവ് മണികണ്ഠൻ എന്ന് പറയുന്ന 26-കാരന്റെ തലയോട്ടിയാണ് രാമരാജ് എന്ന് പറയുന്ന ഇയാൾ തല്ലിപ്പൊളിച്ചിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇക്കഴിഞ്ഞ 7-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ മണികണ്ഠൻ എന്ന് പറയുന്ന യുവാവ് ഈ പച്ചമരുന്ന് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മരുന്നിന്റെ വേര് മോഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രാമരാജ് മർദ്ദിക്കുന്നത്. ആദ്യം ഇയാളെ ബലം പ്രയോഗിച്ച് മണികണ്ഠനെ ഒരു ഒഴിഞ്ഞ മുറിയിലേക്ക് രാമരാജ് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷം 9-ാം തീയതി ഈ മണികണ്ഠൻ കോഴിക്കോടേക്ക് അദ്ദേഹം ജോലിയുടെ ഭാഗമായി പോവുകയും ചെയ്യുന്നു. അതിനിടയിലാണ് തലകറങ്ങി വീഴുകയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മണികണ്ഠനെ പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഡോക്ടർമാർ നടത്തിയ പരിശോധനയിലാണ് ഈ മണികണ്ഠന്റെ തലയോട്ടി തകർന്ന കാര്യം മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മണികണ്ഠന്റെ അമ്മ പോലീസിൽ മൊഴി നൽകുകയും പരാതി നൽകുകയും ചെയ്തിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ രാമരാജിനെതിരെ 16-ാം തീയതി പുതൂർ പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ തുടർ നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടില്ല എന്നുള്ളതാണ് ഈ കുടുംബം പരാതിയായി ചൂണ്ടിക്കാണിക്കുന്നത്, ആരോപിക്കുന്നത് എന്നുള്ളതാണ്. ഇത്രയും വലിയ ഒരു ക്രൂരമായ മർദ്ദനം നടന്നിട്ട് ഒരു മനുഷ്യന്റെ തലയോട്ടി തല്ലിപ്പൊളിച്ചിട്ട് എന്തുകൊണ്ട് രാമരാജിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് കുടുംബം ഉന്നയിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസും വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട FIR നിലവിൽ നമുക്ക് ലഭ്യമായി ഇരിക്കുകയാണ്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടി വേണമെന്നുള്ളതാണ് ഈ കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം അത്രയേറെ ആരോഗ്യമില്ലാത്തൊരവസ്ഥയിലേക്ക് ഈ മർദ്ദനമേറ്റ മണികണ്ഠൻ മാറുന്നൊരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിന് ഇനി മാസങ്ങളോളം ജോലിക്ക് പോകാൻ പോലും കഴിയാത്തൊരു സ്ഥിതിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. മോഷണം നടന്നാലും ഇല്ലെങ്കിലും ഈ രാമരാജിനെ പോലെയുള്ളവർക്ക് ഈ നിയമം കയ്യിലെടുത്ത് ക്രൂരമായി മർദ്ദിക്കുന്നത് വലിയൊരു അപകടവും ബുദ്ധിമുട്ടും തന്നെയാണ് ഉണ്ടാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.